ഹലോ ഗായ്സ്, ഞാൻ ഈ കന്യാമറിയത്തിനെ പോലെ നട്ടാപ്പൊരിയുന്ന വെയിലത്ത് ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കറിയാൻ ചാൻസ് ഇല്ല. വേറെ ഒന്നിനല്ല, ഇന്ന് ഞായറാഴ്ചയാണ്, ഈസ്റ്റർ ദിവസം ആയതുകൊണ്ട് ഞാൻ വെച്ച് വരില്ലാന്ന്. പക്ഷെ വന്നു. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് ഐസ്ക്രീം വണ്ടി വരും ഗൈസ്. ഐസ്ക്രീം വണ്ടി ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേ ഞങ്ങളുടെ മെയിനായിട്ടുള്ളൊരു പരിപാടിയാണിത്. ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടിരിക്കും. പണ്ടാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വരുന്ന മാതിരി ഒരു ഐസ്ക്രീം ചേട്ടനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഓറഞ്ച് കളറുള്ള ഒരു കോണിൽ ആളിങ്ങനെ അയാളുടെ പെട്ടിയിൽ 2 തട്ടൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ കോരി ഇങ്ങനെ വെച്ച് തരും. 2 രൂപ തൊട്ട് തുടങ്ങുമായിരുന്നു. ചില സമയത്ത് അമ്മയൊന്നും പൈസ തന്നില്ലെങ്കിൽ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ ഒരു 2 രൂപ വീണ് കിടപ്പുണ്ടോന്ന് ഓടി നടന്ന് കണ്ടുപിടിച്ച് എടുത്തിട്ട് വരും. പിന്നെ ഏറ്റവും വലിയ ഐസ്ക്രീമിന് 10 രൂപയായിരുന്നു. അത് വാങ്ങുന്നവർ വളരെ പണക്കാരായിരുന്നു ആ സമയത്ത്. പിന്നെ ഒരു കോല ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നു. ഇപ്പം നേരെ മാറി. ഇപ്പോഴത്തെ ഐസ്ക്രീം എങ്ങനെയാണെന്ന് വെച്ചാൽ ചോക്കോ ബാർ, മാംഗോ ബാർ, മറ്റേ ബാർ, എല്ലാ ബാർ, ഗ്രീൻ ആപ്പിൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചോക്കോബാർ വണ്ടിയാണ് വരിക ഇപ്പം ഞായറാഴ്ച. സോ ഞാൻ അക്ഷമയായിട്ട് കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ വണ്ടി ഒന്ന് ഇങ്ങോട്ട് വരാം. മുകളിലേക്ക് പോയപ്പോൾ തൊട്ട് പൈസയൊക്കെ തപ്പിപ്പിടിച്ച് കയ്യിൽ വെച്ചിട്ടിരിക്കുക. റോഡരികിൽ നിൽക്കണം. ആ ഒറ്റ പോകാൻ പോകും, പിന്നെ വായിക്കാൻ പറ്റും. അതുകൊണ്ട് റോഡരികിൽ നിന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുവാനില്ലോ വേണ്ടല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. മുമ്പാണെങ്കിൽ ഫ്രിഡ്ജൊന്നുമില്ല. ഗ്രാമപ്രദേശമായതുകൊണ്ട് ആരും പുറത്തേക്കും പോകില്ല. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടോ അടിക്കാൻ മാതിരി ആയിരുന്നു. ഇപ്പം എന്ത് ഇതൊക്കെ, പക്ഷെ എന്തായാലും വാങ്ങിക്കും. അതൊക്കെ നൊസ്റ്റല്ലേ. എത്ര പ്രാവശ്യം പുറത്ത് പോയി ഐസ്ക്രീം കഴിച്ചാലും ഇങ്ങനെ വരുമ്പോഴും വാങ്ങിക്കും. അതാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ കാക്കള സ്വരം അല്ല, ആ പീ 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 അടിപൊളി ഒച്ച നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഹായ്. സോ നമ്മൾ കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഐസ്ക്രീം ക്രേവിങ്സ് ഒക്കെ വരുന്ന സമയത്ത് നട്ടാപ്പാതിരിക്കാണെങ്കിൽ എടുത്ത് കഴിക്കാമല്ലോ. ടോട്ടലൊരു 40 രൂപ ഞാൻ പൊടിച്ചു. പണ്ട് 2 രൂപയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ടീം ഇപ്പം ഐസ്ക്രീമിന് വേണ്ടി മാത്രം 140 രൂപ ഞാൻ പൊടിച്ചു. ഓക്കെ, എന്തൊക്കെ വാങ്ങിച്ചെന്ന് നോക്കാം. ടൈപ്പ് 5 രൂപേൻ്റെ ഐസില്ലേ, അതുമാതിരി ഒരു ഐസാട്ടോ. അതാണ് വാങ്ങിച്ചു. ഇത് മാംഗോ ബാർ, മൺചിത്രത്താഴിലെ ഗംഗമാരി ആയിട്ടുണ്ട്. ഷിപ്പപ്പ് ഒരു 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഗ്രീൻ ആപ്പിൾ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബാർ. ഷോലാറ്റ്, അങ്ങനെ എല്ലാം കുറച്ച് അധികം വാങ്ങിച്ചിട്ട്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.